hello, welcome to another video of Campus Search. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോളേജിലോ സ്കൂളിലോ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കൊരു ജോലി വേണം, നമുക്ക് നല്ല കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവണം, അങ്ങനെ ലൈഫ് സെറ്റിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ പോകണം. പക്ഷേ ഈ വർക്ക് സ്പേസിലോട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കൾച്ചറിലോട്ടോ നമ്മൾ ഈ പഠിച്ചിറങ്ങി കോളേജൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കുറേ റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ ജോലി കിട്ടുന്നതിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കുന്നതിലും നമ്മുടെ കരിയർ ഗ്രോത്തിനും ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണ് അതിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ആ ജോലിയിൽ എത്തിയിട്ട് മാത്രമല്ല അതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് കോളേജിലായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാം, എങ്ങനെ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. നമുക്കറിയാം നമുക്ക് പ്രൊഫഷണലായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വൈകാണ്ട് നിങ്ങളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലേൺ അബൌട്ട് പീപ്പിൾ ഇൻ യുവർ സെയിം ഇൻഡസ്ട്രീസ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏത് വർക്കിലോട്ടാണ് എന്ത് കരിയറാണ് നിങ്ങൾക്ക് ആഗ്രഹം, അവിടെ ഇപ്പോൾ റൂൾ ചെയ്യുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ടോപ്പായിട്ടുള്ളവർ ആരൊക്കെയാണ്, ആ ഒരു ഇൻഡസ്ട്രിയിൽ ആൾക്കാരെ പ്രൊഫൈൽസ് കൂടുതൽ മനസ്സിലാക്കി അവർ ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ തന്നെ ആയിരിക്കും. നമുക്ക് ലിങ്ക്ഡിനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് ഇന്ന കമ്പനിയുടെ CEO, അവിടുത്തെ ഹയർ ചെയ്യുന്ന HR ആരാണ്, അവിടുത്തെ എംപ്ലോയീസ് ആരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവരുടെയും പ്രൊഫൈൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിലോട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും മീറ്റ് ചെയ്യാനുണ്ട് അപ്പം അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അവരെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്മാർട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവരെ അറിയാനും ഒക്കെ നമുക്ക് സാധിക്കും. ആൻഡ് മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് കീപ്പ് ഇൻ ടച്ച് ടു നർച്ചർ ദീസ് റിലേഷൻഷിപ്സ് ആണ്. അതായത് ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൺ വേ കാര്യമല്ല. അപ്പോൾ നമുക്ക് അവരെ കൊണ്ട് യൂസ് ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്കൊരു 2 വേ ആണ്. നിങ്ങൾക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ 2 വേ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇൻഡസ്ട്രിയിൽ പരിചയപ്പെട്ടു അങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം പിന്നും നമുക്ക് അത് കീപ്പ് ചെയ്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ DM ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നും അവരുമായിട്ട് കണക്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ അവരിടുന്ന പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ഇൻ ടച്ച് ആയിട്ട് വെക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ. ആൻഡ് നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈം മിക്ക കോഴ്സസിനും ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ആ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ചെയ്ത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടാനായിട്ട് ശ്രമിക്കണം. ആൻഡ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അവിടെ ആരൊക്കെയാണ്, നമുക്ക് അവരുമായിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈം മാത്രമല്ല, അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്സ് ഓരോ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ എടുക്കുന്നതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നതും നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ആക്സസ് കിട്ടുവാണ്. ആൻഡ് നമ്മൾ വിചാരിക്കും ഇവരൊന്നും അപ്രോച്ചബിൾ അല്ലാന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ പല CEOസും പല HR-ഉം ഭയങ്കര വെൽക്കമിങ് ആണ്, എസ്പെഷ്യലി സ്റ്റുഡൻസിന്. അപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രിവിലേജ് ഉണ്ട്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് സോഷ്യൽ മീഡിയ എഫക്റ്റീവ്ലി. നമുക്കറിയാം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണൽ സ്പേസിലൊക്കെ ഇടാറുണ്ടായിരിക്കും. അത് കൂടാതെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വർക്ക്സും കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് ക്രിയേറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യാനും അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് അതിലൊരെണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിങ്ക്ഡിനും. അപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ 5 ടിപ്സ് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പം നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യാനും പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് സ്മാർട്ടായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിഷ്യലായിട്ട് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മുടെ കരിയർ ജേർണിയിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് മീ കാഞ്ചന, സെയിം ബൈ.